ഫേസനോട് ഒരു വ്യക്തിപരമായ ഒരു അനുഭവമുള്ളൊരു സംഭവമുണ്ട്. അതായത് 96-ലാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എസ് എൻ കോളേജ് പഠിക്കുക, കൊല്ലം എസ് എൻ കോളേജ്. അന്ന് എം പി ആയിരിക്കും അല്ലേ? അന്ന് എം പി ആണ്. അപ്പോൾ കോളേജിലൊക്കെ പഠിച്ചിരുന്നു. കുറച്ച് കാര്യം കൂടി പറയണ്ട. അപ്പോൾ ഞങ്ങളന്ന് ഒരു ഇൻ്റർനാഷണൽ റാഷണലിസ്റ്റ് കോൺഫറൻസ് ഡൽഹി നടന്നായിരുന്നു. അത് സഖാവായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് ഈ ഫിക്കി കോംപ്ലക്സിലും ഈ റാഷണലിസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്ത് കൂടുതൽ പേരും ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. നോർവേ, ഫിൻലൻഡ്. അവർക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ല. അപ്പോൾ സഖാവ് വന്ന് ആശാൻ്റെ സീതാകാവ്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം ഇങ്ങനെ ആ പ്രസംഗത്തിനിടെ പറയുക. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സീത ഇൻ എ പെൻസീഫ് മൂഡ്. ഞങ്ങൾക്കൊരു കവിയുണ്ട് കുമാരൻ ആശാൻ, സീത ഇൻ എ പെൻസീഫ് മൂഡ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ പെൻസീഫ് മൂഡ് എന്താണെന്നുള്ളത് അവിടെ നിന്ന് വന്നൊരു ഫിംഗർ ഹ്യൂർത്ത് എന്ന് പറഞ്ഞൊരു ഓസ്ലോ യൂണിവേഴ്സിറ്റി ഒരു പ്രൊഫസർക്ക് മനസ്സിലായില്ല. പെൻസീഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അത്ര പരിചയമില്ല. അപ്പോൾ ഇറങ്ങിയ ശേഷം ഞങ്ങളിങ്ങനെ ചോദിച്ചു എന്താണ് പെൻസീഫ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്താവിഷ്ടം ഇങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ചോദ്യം തന്നെ ഈ അന്ന് തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ സഖാവ് ഇംഗ്ലീഷ് മനോഹരമായിട്ട് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. അത് വായനയിൽ നിന്ന് ഇങ്ങനെ ഉൾക്കൊണ്ടത് തന്നെയാണോ, അതോ ഈ ഇംഗ്ലീഷ് സംസാരിച്ച് ഈ വിദേശ രാജ്യങ്ങളിലുള്ളവരോട് സംസാരിച്ച് അങ്ങനെ വന്നതാണ് ഒരു ആ പെൻസീഫ് മൂഡ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുവാണ്. അപ്പോൾ ഭാഷാശുദ്ധിയാണ്. അതുപോലെ മലയാളത്തിലേക്ക് വന്നാലും ഭാഷാശുദ്ധി. ഇവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റും. രാജ്യസഭയിലേക്ക് ഇങ്ങനെ സംസാരിക്കാൻ മെമ്പർ കൊള്ളുന്ന പോലെ എം ഡി എന്തോ പറയാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഈ പിന്നെ സിജു അവർക്ക് ഇംഗ്ലീഷിലതൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് കേട്ടപ്പോഴാണ് അഭിമാനം തോന്നിയല്ലേ? ഇംഗ്ലീഷിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. സാക്ഷികളുണ്ട്. ആദ്യമായിട്ട് എനിക്ക് വ്യക്തമാക്കാനുള്ളത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയല്ല. ബ്രിട്ടീഷുകാർ അവരുടെ കൊളോണിയൽ ആധിപത്യം സ്ഥാപിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരു ഒരു ബൈ പ്രൊഡക്റ്റ്, സൈഡ് ബെനിഫിറ്റ് എന്ന് പറയുന്ന പോലെ കിട്ടിയൊന്നാണ്. അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ അത്ഭുതകരമായിട്ടൊരു ഭാഷയാണ്. ലോകത്തിലെ എല്ലാ ഭാഷകളിൽ നിന്നും വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് നല്ല പരിജ്ഞാനം ഉണ്ടെന്നൊക്കെയുള്ള ഒരു അപഖ്യാതി ഒരുപാട് പേര് പറഞ്ഞു പരത്തുന്നുണ്ട്. ഒരു വാസ്തവമില്ല അതിനകത്ത്. സത്യം അതാണ്. അത് കുറച്ചറിയാവുന്നതാണ് ബ്രിട്ടാസ്. എന്നാൽ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ തമിഴ്നാട് SFI കോൺഫറൻസിന് ഇവിടുന്ന് ആരെങ്കിലും അയച്ചിരണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. PG ആണ് ഒന്ന് നേതാവെന്നുള്ള തരത്തിൽ ഒരു സൈദ്ധാന്തികത. ഞാനന്ന് അവിടെ പോയി പ്രസംഗിച്ചത് വല്ലതും ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത്. പിന്നെ മൃണാൾ സെന്നിനെ പരിചയപ്പെട്ടപ്പോൾ, ഞാൻ താരതമ്യപ്പെടുത്തുകയല്ല, എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അപ്പം ബേബി, ഐ ലവ് ടു ഫർഗെറ്റ് അബൌട്ട് ദാറ്റ് ഫിലിം. എനിക്കത് ഓർക്കാൻ ഇഷ്ടമില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ആയെന്നുള്ള അർത്ഥത്തിലല്ല, ഓരോ ഘട്ടത്തിലും ഓരോന്ന് വരും. ഒന്നും കൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം കൂടെ പറയാം. SFIയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം 79-ലാണത്, പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞപ്പോൾ. അന്ന് പാർട്ടി അഖിലേന്ത്യാ കേന്ദ്രത്തിലുള്ളത് EMS ജനറൽ സെക്രട്ടറി ബാസവ പുന്നയ്യ, തെലങ്കാന സമരത്തിൽ പങ്കെടുത്തതാണ്. BT രണദിവെ, ഹർകിഷൻ സിംഗ് സോജിത്ത്. അഖിലേന്ത്യാ പാർട്ടി സ്കൂൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി രംഗത്തുള്ളവർക്ക് വേണ്ടി, വിദ്യാർത്ഥി പ്രവർത്തകരായ പാർട്ടി മെമ്പർമാർക്ക് വേണ്ടിയാണ്. അപ്പം ഇവരെല്ലാം ഇരുന്നിട്ട് എന്താണ് ക്ലാസ് എടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട്, അന്ന് നേപ്പാൾ ഭട്ടാചാര്യാണ് ജനറൽ സെക്രട്ടറി, ഞാൻ പ്രസിഡൻ്റാണ്. അപ്പോൾ EMS ഒരു ദിവസം ഫുൾ ഡേ ക്ലാസ് EMS, BTR ഒരു ഫുൾ ഡേ, ബസവ പുന്നയ്യ ഒരു ഫുൾ ഡേ, സുർജിത്ത് ഒരു ഫുൾ ഡേ. 5th ഡേ നിങ്ങൾ ക്ലാസ് എടുക്കണം. അപ്പം തന്നെ ഞാൻ ഞെട്ടി. നേപ്പാളും ഞാനും. അപ്പോൾ ഞങ്ങൾ വിഷയമൊക്കെ പ്രോഗ്രാം ഒരാൾ, SFIയുടെ പ്രോഗ്രാം ഒരാൾ, വിദ്യാർത്ഥി ചരിത്രം വേറൊരാൾ, അങ്ങനെയൊക്കെ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടാമത് ഞെട്ടുന്നത്, ഇവരുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഇവർ പോകുന്നില്ല. ഇവരെല്ലാം ഈ 5 ദിവസവും ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴും ഇവരവിടെ ഇരിക്കുകയാണ്, ഈ പറഞ്ഞ ആളിലല്ല. ആ ഭാഷയായിട്ട് ഇതിനുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ക്ലാസ് ചായക്ക് പിരിയുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വരും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആരും സംശയം ചോദിക്കുന്നില്ല. ആരൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ളത്? സുരേഷ് കുറുപ്പ്, CP ജോൺ, പിന്നെ ഒരു കൂട്ടം നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ളത്. അപ്പോൾ EMS എന്താണ് നിങ്ങൾ ചോദ്യമൊന്നും ചോദിക്കാത്തത്? EMനൊരു അപമാനം. കേരളത്തിൽ നിന്ന് ബംഗാളി എന്നുള്ളവർ ഗ്രാമർ മിസ്റ്റേക്കോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവർക്ക് ചങ്കുറ്റമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ സത്യം ഞാൻ പറയാം, ഇവർക്ക് ബംഗാളികളെപ്പോലെ ഈ ഗ്രാമർ മിസ്റ്റേക്കോടുകൂടി ചോദ്യം ചോദിക്കാനുള്ള ഒരു അങ്കലാപ്പ് കൊണ്ടാണ് ഇവർ ചോദിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ചിരിച്ചു. അപ്പോൾ EMS പറഞ്ഞു, അത് വലിയൊരു പാഠമാണ്, നിങ്ങൾ നയനാരെ കണ്ട് പഠിക്കണം. നയനാർ പാർലമെൻറ്റ് മെമ്പറായിട്ട് പോയിട്ടുണ്ട്,
ചോദിക്കാനുള്ള കാര്യങ്ങൾ ഗ്രാമറോ വാക്കോ ഒന്നും നോക്കാതെ അടിച്ച് കസറും ആശയവിനിമയം ചെയ്താൽ മതി. അപ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് EMSൻ്റെയും നയനാരുടെയും EMSൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയനാരുടെ മാതൃകയാണ് ഞാൻ പിന്തുടരുന്നത്. അങ്ങനെ പറഞ്ഞ് തെറ്റ് പറഞ്ഞ് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യും ഇത് തെറ്റാണല്ലോ. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ചവർക്ക് പോലും തെറ്റിപ്പോൾ ഉദാഹരണത്തിന് ശശി തരൂർ, ഇപ്പോൾ മലയാളികളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിപ്പുണ്ടാകാം. പിന്നെ പണ്ഡിതനാണ് അദ്ദേഹം സംസാരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടാക്കി ഒരു തെറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു അത് എന്താണ് തെറ്റായ വാക്കുകളപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു വാക്ക് ടൈപ്പ് വേറെ. തെറ്റുകൾ പലതരത്തിൽ സംഭവിക്കാം. അതുകൊണ്ട് എന്നെ ഇംഗ്ലീഷ് വലിയ പാണ്ഡിത്യമുള്ള ഒരാളായി ഇത് കൂട്ടിച്ചേർക്കട്ടെ. പക്ഷെ ഞാൻ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയപ്പോൾ മനസ്സിലാകുന്നത് വെച്ചാൽ ബേബിസഖാവ് ഒരു കാര്യം ഒരു വാക്ക് അറിയില്ലെങ്കിൽ അത് അപ്പം തന്നെ ചെക്ക് ചെയ്ത് അതിൻ്റെ പ്രൊനൗൺസിയേഷനും മീനിങ്ങും അതിൻ്റെ കോണ്ടെക്സ്റ്റും പഠിക്കും. ഞാൻ പലപ്പോഴും ബ്രിട്ടാസിനോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്. അല്ല അതൊരു സംഭവം.